ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന വഴി ദേവ് നന്ദയുടെ റൂമിനരികിൽ എത്തിയതും ഒന്ന് നിന്നു. പിന്നെ എന്തോ ചിന്തിച്ചു. അകത്തേക്ക് കയറിയതും കാണുന്നത് നിലത്ത് വീണ് കിടക്കുന്ന ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന നന്ദയെയാണ്. അവന് വേഗം ചെന്ന് അതെടുത്തു കൊടുത്തു. നന്ദ അവനെ നന്ദിയോടെ നോക്കി. ദേവ് അവളെ ഒന്ന് നോക്കി. അവൻ അവൾക്ക് നേരെ അതിൽ നിന്നും ഒന്ന് എടുത്തു കൊടുത്തു. നന്ദ വലിയ ടൈറ്റൊന്നും കാണിക്കാതെ അത് വാങ്ങി. ദേവ് അപ്പോഴേക്കും വെള്ളം അവൾക്ക് നേരെ നീട്ടിയിരുന്നു. നന്ദ ടാബ്ലറ്റ് വായിലേക്കിട്ട് വെള്ളം വാങ്ങി കുടിച്ചു. ദേവ് അവളെ തന്നെ ഇമ വെട്ടാതെ നോക്കി. അവളും. ദേവ് മുന്നിൽ നിൽക്കുമ്പോൾ തന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അവൾ അറിഞ്ഞു. വാക്കുകൾ കൊണ്ട് അവൾ അവനോട് പറയാത്ത ഇഷ്ടം അവളുടെ കണ്ണുകൾ പറയുമെന്ന് തോന്നിയതും നന്ദ വേഗം മുഖം വെട്ടിച്ചു. നന്ദ. താങ്ക്സ് ദേവ്. എന്തിന്? ദേവ് സംശയത്തോടെ ചോദിച്ചു. എന്നെ രക്ഷിച്ചതിന്. ഇന്നലെ പറയാൻ പറ്റിയില്ല. നന്ദ, നീ അങ്ങനെയാണോ ഞാൻ രക്ഷിച്ചതിനെ കണ്ടിരിക്കുന്നത്? പിന്നല്ലാതെ നിങ്ങളെ വീട്ടിൽ വന്ന് എന്നെ രക്ഷിച്ചത് നിന്റെ കടമയല്ലേ? കടമ തന്നെയാ. പക്ഷേ ഞാൻ ചെയ്തത് അതുകൊണ്ടല്ല, നീ എൻ്റെ ജീവനായതുകൊണ്ടാ. ദേവ് പ്ലീസ്, ഇനിയും അതുതന്നെ പറയണ്ട. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നീ അങ്ങനെ ആവില്ല. എന്തുകൊണ്ടാവില്ല? ദേവിൻ്റെ ശബ്ദത്തിന് ഗൗരവം നിറഞ്ഞു. ആഹാ, ഏട്ടൻ നന്ദയും അടുത്തിരിക്കുകയായിരുന്നോ? ഞാൻ റൂമിൽ പോയിരുന്നു, കണ്ടില്ല. അപ്പോൾ വിചാരിച്ചു നന്ദയെ ഒന്ന് കണ്ടിട്ട് ഏട്ടനെ കാണാമെന്ന്. എന്തായാലും രണ്ടാളും ഇവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് കാര്യമായി. യു നോ വൺ. വെടിക്കിറ്റു പക്ഷി. ആനന്ദ് അവർ സംസാരിക്കുന്നതിനിടയിലേക്ക് കയറി വന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് ശ്വാസം വിട്ടിട്ട് പറയടാ. ദേവ് നേരത്തെ സംസാരിച്ചതിൻ്റെ യാതൊരു ഭാവവുമില്ലാതെ ആനന്ദിനോട് പറഞ്ഞു. ആനന്ദ് ഒന്ന് ഇളിച്ചു കാണിച്ചു. പിന്നെ നന്ദയോട് എന്തെല്ലാമോ സംസാരിച്ചു. ദേവ് ആ നേരം അത്രയും നന്ദയെ നോക്കിയിരുന്നു. നന്ദ അത് അറിഞ്ഞെങ്കിലും മൈൻഡ് ചെയ്തില്ല. കുറച്ചു നേരം സംസാരിച്ച് ആനന്ദ് ഏട്ടനെയും വലിച്ചു പോയി. പോകുന്നതിനിടയ്ക്ക് നന്ദയെ നോക്കി കണ്ണിറുക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ദേവിന് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ റിസൾട്ട് വന്നത് പറഞ്ഞില്ല എന്ന് ഓർത്തത്. അച്ഛാ, ഇൻ്റർവ്യൂ റിസൾട്ട് വന്നിരുന്നു. പറയാൻ മറന്നുപോയതാണ്. മഹേശ്വറിനോട് പറഞ്ഞു. എന്തായി? ജോലി ഓക്കെയായി അച്ഛാ. 3 ദിവസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നന്നായി. ഇനി ഇതിന് പോകാതിരിക്കാൻ ഒരടവും ഇറക്കേണ്ട ട്ടോ. ലക്ഷ്മി ദേവിനോട് ശാസനയോടെ പറഞ്ഞു. ഇതുവരെ ജോലി കിട്ടാഞ്ഞിട്ടല്ല, അവന് ഒന്നും ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് പോകാതിരുന്നത്. എന്നിട്ട് നീ പോകുന്നില്ലേ? ഉണ്ട് അച്ഛാ. നന്നായി. എന്നാൽ മറ്റന്നാൾ പോയി തുടങ്ങിക്കോണ്ടു. അവനൊന്ന് മൂളി തലയാട്ടി. ബാക്കി കഴിക്കാൻ തുടങ്ങി. അമ്മ വിളിച്ചിരുന്നു ഏട്ടാ. അച്ഛന് തീരെ വയ്യെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോകണ്ടേ? രാത്രി ഒരു 10 മണി ആയപ്പോൾ ലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കേരളത്തിൽ നിന്നാണ്. അച്ഛന് വയ്യ വന്നറിഞ്ഞതും ലക്ഷ്മി അമ്മക്ക് വേവലാതിയായി. ഹാളിൽ ഇരുന്നു കൊണ്ട് എന്തോ ലാപ്പിൽ ചെയ്യുകയായിരുന്നു മഹേശ്വർ. ലക്ഷ്മിയുടെ സംസാരം കേട്ടതും അവർക്ക് പോകണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പോകാം, നമുക്ക് 2 ദിവസം നിൽക്കുകയും ചെയ്യാം. നീ പോയി മക്കളോട് നേരത്തെ എണീക്കാൻ പറ. മഹേശ്വർ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു. പക്ഷേ ഏട്ടാ, നന്ദമോൾ? അത് ശരിയാണല്ലോ. വെള്ളം കുടിക്കാൻ വേണ്ടി സ്റ്റെയർ ഇറങ്ങി വരുന്നതിൻ്റെ ഇടയിലാണ് ലക്ഷ്മിയും മഹേശ്വറും സംസാരിക്കുന്നത് കേട്ടത്. അതോർത്ത് അമ്മ പേടിക്കേണ്ട, ഞാൻ വരുന്നില്ല നാട്ടിലേക്ക്. ദേവിൻ്റെ ശബ്ദം കേട്ടതും 2 പേരും അങ്ങോട്ട് നോക്കി. മോനെ, നീ ഇല്ലാതെ എങ്ങനെയാ അച്ഛൻ ചോദിക്കില്ലേ? അമ്മ പറഞ്ഞാൽ മതി അമ്മച്ചനോട്. എനിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമല്ലേ മറ്റന്നാൾ. അപ്പോൾ നാട്ടിൽ പോയി വന്നാൽ ക്ഷീണത്തിൽ ഫസ്റ്റ് ഡേ പോയാൽ ശരിയാവില്ല. എന്നാൽ മോനെ, നിങ്ങളൊറ്റക്ക്? ഒരു കുഴപ്പവുമില്ല അമ്മ. അച്ഛാ, നാളെ പോകാനുള്ളതല്ലേ? കിടന്നോളൂ. ഞാൻ പറയാം ആനന്ദിനോടും സ്വാതിയോടും പോകുന്ന കാര്യം. ശരി മോനെ. മഹേശ്വർ അതും പറഞ്ഞ് അവൻ്റെ തോളിൽ ഒന്ന് തട്ടി. ലക്ഷ്മിയെയും കൂട്ടി റൂമിലേക്ക് പോയി. ദേവ് മുകളിൽ പോയി 2 പേരോടും എല്ലാം പറഞ്ഞ് നേരെ നന്ദക്കടുത്തേക്ക് പോയി. നന്ദ പേടി കാരണം ദേവ് വരുന്നുണ്ടോ എന്ന് വാതിലിലേക്ക് നോക്കി കിടക്കുകയാണ്. ദേവ് റൂമിലേക്ക് കയറിയതും അതാണ് കണ്ടത്. ദേവിനെ കണ്ടതും നന്ദ വേഗം കണ്ണടച്ചു. ദേവ് ചിരിച്ച് അവൾക്കപ്പുറം വന്ന് കിടന്നു. നന്ദയിൽ ചെറു പുഞ്ചിരി വിടർന്നു.
രാവിലെ നേരത്തെ തന്നെ എല്ലാവരും എണീറ്റ് റെഡിയാവാൻ തുടങ്ങിയിരുന്നു. നന്ദ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. എല്ലാവരും റെഡിയായി നന്ദയ്ക്കടുത്തേക്ക് ചെന്നു. സ്വാതിക്ക് നന്ദയെ ഒറ്റയ്ക്കിട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. ലക്ഷ്മിയുടെ അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു മക്കളെ കൂട്ടിവരാൻ. അതുകൊണ്ടാണ് അവൾ പോകാൻ തന്നെ നിന്നത്. ദേവ് അപ്പോഴേക്കും എണീറ്റ് പോയിരുന്നു. മോളെ നന്ദ. ലക്ഷ്മി അവളുടെ അടുത്തിരുന്ന് അവളെ തട്ടി വിളിച്ചു. നന്ദ ഉറക്കമുണർന്നു ഒരുങ്ങി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് സംശയത്തോടെ മുഖം ചുളിച്ചു. വേഗം എണീക്കാൻ സ്വാതിയും ലക്ഷ്മിയും അവളെ എണീക്കാൻ സഹായിച്ചു. നന്ദ മോളെ, നാട്ടിൽ നിന്നും എൻ്റെ അമ്മ വിളിച്ചിരുന്നു. എൻ്റെ അച്ഛന് തീരെ വയ്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. മറ്റന്നാൾ രാവിലെ തിരിച്ചെത്തും. മോള് പേടിക്കണ്ട, ദേവു ഉണ്ടാകും ഇവിടെ. അത് കേട്ടതും അവർ പോകുന്നത് പറഞ്ഞ് കേട്ടതിനേക്കാൾ നന്ദയ്ക്ക് ദേവു അവളും ഒറ്റക്കാണ് എന്ന് കേട്ടതും നെഞ്ചിടിക്കാൻ തുടങ്ങി. എങ്കിലും അത് എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചു. ദേവിനെ നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയുമായി അവളെ നോക്കുന്നുണ്ട്. അത് കണ്ടതും വേഗം നോട്ടം തെറ്റിച്ചു. അതിനെന്താ ലക്ഷ്മി അമ്മേ, ദേവേട്ടൻ ഉണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് വാ. അയ്യേ, ദേവേട്ടനാ? എല്ലാവരുടെ മുന്നിൽ ദേവേട്ടൻ, അല്ലാത്തപ്പോൾ ദേവ് ഡോ എന്നൊക്കെല്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ദേവ് നന്ദ പറയുന്നത് കേട്ട് മനസ്സിൽ പറഞ്ഞു. ഒന്നും വിചാരിക്കല്ലേ മോളെ, നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ മനസ്സുണ്ടായിട്ടല്ല. കണ്ണുനീർ ആ സ്ത്രീയുടെ കണ്ണുകളിൽ വന്നു നിറഞ്ഞു. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇനി ഇങ്ങനെ ഒന്നും പറയരുത് ട്ടോ. നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലല്ലോ പോകുന്നത്. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കാതെ പോയിട്ട് വാ. മുത്തശ്ശന് വേഗം അസുഖം മാറട്ടെ ട്ടോ. ഇനി ലക്ഷ്മിക്കുട്ടി തുടച്ചേ. നന്ദ ഇടത് കൈ ഉയർത്തി ലക്ഷ്മിയുടെ കവിൾത്തടത്തിൽ ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ലക്ഷ്മി അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ മുത്തി. നന്ദ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാടി. പോടി, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ പോയി വാ, അവിടെ എത്തിയിട്ട് വിളിക്ക്. സ്വാതി നന്ദയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. പോയിട്ട് വരാട്ടോടി. എന്നാ ഞാൻ ഇറങ്ങിയാട്ടോ. മോളെ ആരോഗ്യം ശ്രദ്ധിക്കണം. ദേവ് മോളെ നോക്കണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം അച്ഛാ. ദേവ് നന്ദയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദ ഇനി എന്താകുമെന്ന ചിന്തയോടെ അങ്ങനെയിരുന്നു. അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി. തുടരും.